the factors which affect the shape of the thermogram, and we have seen that these factors can be classified into two, that is instrumental factors and a sample characteristic. These are the two main types of, or you can say the factors which affect the shape of the thermogram can be classified into these two, and we have been talking about the instrumental factors, and we have seen one, that is the main very important factor, that is the rate of heating, and we have seen that as the rate of heating has a profound effect on the shape of the thermogram, and we have seen that as when we have a comparatively low or small heating rate, we can see if a weight loss curve is like this. In the case of a faster heating rate, we can see that it will be like this. That is the reaction will start at a higher temperature and it will end at a still higher temperature. This difference this difference and this difference. These are the final temperature and initial temperature. The difference between the two initial temperatures will be less than the difference between the two final temperatures. And we have seen that the net effect of this is the shortening of the horizontal portions at a faster heating rate. So if your heating rate is fast, the length of the horizontal portions will become smaller and smaller. That is the പ്രധാന കാരണം, അല്ലെങ്കിൽ പ്രധാന എഫക്റ്റ് വരുന്നത്. ഹൊറിസോണ്ടൽ കാരണം എന്താണ്? ഇത് കൂടുതൽ തിരിഞ്ഞുപോകുന്നതിനനുസരിച്ച് മറ്റേ ഭാഗം എന്തായി വരും? ചെറുതായി വരും. ഒരേപോലെ തിരിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഒരേപോലെ തിരിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഇവിടെ അത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വരുന്ന ലെങ്ത് എന്താവും? അത് കുറഞ്ഞു വരും. And what is the final result? We can see that some horizontal portions which are shorter even at a slow heating rate. Some horizontal portions thermogram, you can see that this is a horizontal portion and this is another one, this is the third one and this is the final one. We can see the second one is very short. Even അങ്ങനെ ഉണ്ടാവാം, കാരണം ഒരു ടെമ്പറേച്ചർ, ഒരു ഡിസോസിയേഷൻ അല്ലെങ്കിൽ തെർമൽ ഡീകമ്പോസിഷൻ ഒരു 300 ഡിഗ്രിയിൽ കഴിഞ്ഞു, അടുത്തത് ഒരു 400 ഡിഗ്രി തുറന്നിട്ട് 100 ഡിഗ്രിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവും. ഈ ഭാഗത്തിന്റെ കുറവായിരിക്കും. ചിലപ്പോൾ 200 ഡിഗ്രി വാട്ടേണ്ടത് 300 ഡിഗ്രി ഒക്കെ ഉണ്ടാവും. വ്യത്യാസം മനസ്സിലാകുന്ന നല്ല വിശ്വാസം. So we can see that in the thermograms of certain substances, it is possible that there may be cases where the length of the horizontal portion is comparatively small even at a slow heating rate. In such a case, if the heating rate becomes fast, കുറച്ചുകൂടി ഫാസ്റ്റ് റേറ്റ് സംഭവിച്ചാൽ ഇത് പിന്നെയും ചെറുതാവും. ചെറുതായി ശരിക്കും പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ അത് ചിലപ്പോൾ ഇങ്ങനെയായി വരും. അടുത്ത ഘട്ടം ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയേണ്ടത്, ഒരു ഇൻഫ്ലക്ഷൻ മാത്രമായി മാറും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് ഈസ് 2-3 പ്രാവശ്യം വരച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്ലോ ഹീറ്റിംഗ് റേറ്റ് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ച് ഇങ്ങനെ പോയി. രണ്ടാമത്തെ എത്തുമ്പോഴത് ഇങ്ങനെയാവും. ഒടുവിൽ ഫാസ്റ്റർ ഹീറ്റിംഗ് റേറ്റ് ആകുമ്പോൾ അത് ഇങ്ങനെയാവും. പിന്നെ അവസാനം അത് ഇങ്ങനെയായി മാറും. That is length of the horizontal portion will go on decreasing at a faster. നമ്മൾ പറഞ്ഞത് ഹീറ്റിംഗ് റേറ്റ്. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്? ഓരോ ഹീറ്റിംഗ് റേറ്റ് കൂടുന്നതനുസരിച്ച് അതിന്റെ സ്റ്റാർട്ട് ചെയ്ത ടെമ്പറേച്ചറും എൻഡ് ചെയ്ത ടെമ്പറേച്ചർ എങ്ങനെ മാറുന്നു, ആ മാറ്റം ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഹൊറിസോണ്ടൽ പോർഷൻസിന്റെ നീളം കുറഞ്ഞു പോകുന്നത്. അങ്ങനെ കുറഞ്ഞു പോയാൽ കുറച്ചുകൂടി വളരെ ഒരു ഇഫക്റ്റീവ്ലി വെരി ഫാസ്റ്റ് ഹീറ്റിംഗ് റേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴേ അത് ഒരു വെറും ഒരു ഇൻഫ്ലക്ഷൻ മാത്രമേ, അതായത് ഇങ്ങനെ പോയി ഇങ്ങനെ പോകും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വളവ് കാണും, അത്രയേ കാണും. മനസ്സിലായില്ലേ? ഇത് നമ്മൾ എന്ത് പറയൂ? ഒരു ഇൻഫ്ലക്ഷൻ എന്ന് പറയും. മനസ്സിലായ? കേവിലൊരു ഇൻഫ്ലക്ഷൻ, ഇത് വളരെ ചെറിയ ഒരു ഇത് മാത്രമായിട്ട് മാറും.
എപ്പോഴേ ഫാസ്റ്റ് ഹീറ്റിംഗ് റേറ്റിൽ. ഇപ്പൊ ഷേപ്പ് മാറില്ല നമ്മൾ പറഞ്ഞെങ്കിൽ ഷേപ്പ് മാറിക്കൊണ്ടേ ഇരിക്കും ചെറുതായിട്ട്. ഒറിജിനലായിട്ട് അതിന്റെ എഫക്റ്റീവ് ഷേപ്പ് മാറുന്നില്ല. നമുക്കൊരു മനുഷ്യന്റെ രൂപം നടന്നില്ല. പക്ഷേ തടിച്ചാളുണ്ട്, മെലിഞ്ഞാളുണ്ട്, തീരെ ചെറിയ ആളുണ്ട്, വളരെ തടിയന്മാരുണ്ട്, നീണ്ടാളുണ്ട്, കുറുകിയാളുണ്ട്, അല്ലേ? അതേപോലെ പല ഷേപ്പിൽ വരും. പക്ഷേ ബേസിക് ഷേപ്പിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഇത് പറഞ്ഞു ഇത് ഇവിടെ എന്തായി, ഇത് ഇങ്ങനെ ഒന്നുമല്ലാതായി പോകും എപ്പോഴേ ഹീറ്റിംഗ് റേറ്റ് ഫാസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ എപ്പോഴും നല്ലത് എന്താണ്? സ്ലോ ഹീറ്റിംഗ് റേറ്റ് ആണ് നല്ലത്. സ്ലോ ഹീറ്റിംഗ് റേറ്റ് ഓൾവേസ് ഗിവ് എസ് well defined thermograms, and if the heating rate becomes faster and faster, the sloping portions become more and more sloping, and the length of the horizontal portion become shorter. എല്ലാ horizontal portion ഷോർട്ട്. ഇത് മാത്രമല്ല റെഡാർ സീനിന്റെ എല്ലാം ഷോർട്ടായി വരും. പക്ഷെ ആ ഷോർട്ടിന്റെ കൂട്ടത്തിൽ നേരത്തെ ഷോർട്ടായ ആളെന്താവും? അത് പതുക്കെ ഇല്ലാതാവും. 100 ചിലപ്പോൾ 90, 80, 70 പറഞ്ഞു വരും. നേരത്തെ 10, 9, 8, 7 എന്ന് പറഞ്ഞ അവസരം ഒന്നും ഉണ്ടാവില്ല. അതങ്ങ് തീർന്നു പോകും ചെറുതായിട്ട്. മനസ്സിലായില്ലേ? തീർന്നു പോയാലും ചെറിയ ഒരു വളവ് അവിടെ കാണും നിലവില്. അതിനേക്കാളും ഫാസ്റ്റ് ചെയ്തപ്പോൾ അതും കൂടി കാണില്ലാന്നിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോഴ് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് സം ഓഫ് ദി ഇന്റർമീഡിയറ്റ്സ് ഫോംഡ് മേ ബി ലോസ്റ്റ്. ലോസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴേ അറ്റ് എ ഫാസ്റ്റർ ഹീറ്റിംഗ് റേറ്റ്. കാരണം ഇതൊരു ഗ്രാഫ്, ഒരു ഇൻസ്ട്രുമെന്റ് വരച്ച് കിട്ടുന്ന ഗ്രാഫാണ്. ചിലപ്പോൾ ഈ ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയൊരു ഇൻഫ്ലക്ഷൻ ഒക്കെ വരാം. ഇപ്പൊ നമ്മളൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തെർമോഗ്രാം, തെർമോ ബാലൻസിന്റെ ഒരു തെർമോഗ്രാം റെക്കോർഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രാഫ് കണ്ടാൽ ഇത് ഇങ്ങനെ ഒരു വളവ് കണ്ടാൽ ഇതെന്താണ് ഈശ്വരം? അത് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റിന്റെ കുഴപ്പമാണോ? അതല്ല, എന്താണ്? അതൊരു ഇന്റർമീഡിയറ്റ് കോമൺ ഫോർമേഷൻ ഇൻഡിക്കേഷൻ ആണോ എന്ന് സംശയം വരുന്ന ഘട്ടത്തിലേക്ക് പോകും. എപ്പോഴേ ഇത് ഹീറ്റിംഗ് റേറ്റ് ബിക്കം ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ. ഇത് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞില്ല എല്ലാത്തിലും ഇങ്ങനെ വരണമെന്നില്ല. പക്ഷേ പൊതുവെ ലെങ്ത് കുറഞ്ഞ എന്ത് ഹൊറിസോണ്ടൽ പോർഷൻസ് ആ ഗ്രാഫിൽ ഉണ്ടെങ്കിൽ അത് ഫാസ്റ്റർ ഹീറ്റിംഗ് റേറ്റ് വരുമ്പോഴേ അത് പതുക്കെ ചെറുതായി വെറും ഒരു ഇൻഫ്ലക്ഷൻ മാത്രമായി മാറും. അതൊരു പ്രധാന പ്രശ്നമാണ്. ഈ പ്രശ്നം വളരെ പരിഹരിക്കും. അതാണ് അടുത്ത പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? നമ്മളൊരു തെർമോഗ്രാം എടുത്തിട്ട് ഇങ്ങനെ റിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞാല് ഉടനെ നമ്മൾ അറിയിക്കുക അതൊരു തെർമലി. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു തെർമലി അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് എന്ന് പറയാം. തെർമലി അൺസ്റ്റേബിൾ ആ ഫാസ്റ്റർ ഹീറ്റിംഗ് റേറ്റിലെ തെർമലി അൺസ്റ്റേബിൾ ആണ്. നേരെ അടുത്ത ഘട്ടം, ഈ ഘട്ടത്തിലേക്കാ വന്നിട്ട് അടുത്ത ഘട്ടത്തിൽ ശരിക്കും അതിന്റെ അടുത്തൊരു ഘട്ടമുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ് ഹീറ്റ്. കോപ്പർ സൾഫേറ്റ് പെന്റാഹൈഡ്രേറ്റ് 5H2O 3H2O 1H2O അതിനുശേഷം എൻഹൈഡ്രസ് എന്താണ്? കോപ്പർ സൾഫേറ്റ് ആവും. 5H2O 3H2O 1H2O 0H2O ആയി മാറുന്ന ഘട്ടത്തിലുണ്ട്. പക്ഷേ ഒരു ഫാസ്റ്റർ ഹീറ്റിംഗ് റേറ്റ് നമ്മൾ ഇത് കാണില്ല. 3H2O സ്ഥാനം ഇതുപോലെ ഉണ്ടാവാം. സ്ലോ ഹീറ്റിംഗ് റേറ്റ് കൃത്യമായിട്ട് നമുക്ക് കാണാം. 5H2O 3H2O ആയി, 3H2 ഹീറ്റ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് 3H2O H2O ആയി അവസാനം ആൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ആയി മാറും. If the heating rate is faster, we can see that this 3H2O stage that it disappears or that is indicated only by a slight inflection on the curve. The 3H2O നേരത്തെ 3H2O 1H2O 0H2O അല്ലെങ്കിൽ ഇത് 5H2O 3H2O 1H2O എന്നുള്ളത് ഈ 3 എന്നുള്ള ചെറുതാണ്. ഇപ്പൊ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫാസ്റ്റർ ഹീറ്റിംഗ് എന്താവും? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇടയ്ക്കുള്ള 3 നമ്മള് കാണാൻ പോലും പറ്റാത്ത ചെറിയൊരു വളവ്, ചെറിയ വളവ് പോലെ അവിടെ കാണുന്ന ഇൻഫ്ലക്ഷൻ പോലെ അവിടെ കാണാൻ മാത്രമേ കിട്ടൂ. So if you such an inflection is noted on a thermogram and if you want to verify it whether it is actually some instrumental error or is actually due to a thermally unstable intermediate, we can do two things. Either ഏറ്റവും എളുപ്പം നമുക്കറിയാം എന്താണ്? യു റെക്കോർഡ് ദ സെയിം തെർമോഗ്രാം ഈ സാമ്പിൾ പോയ അതേപോലെ കുറച്ച് സാമ്പിൾ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സാമ്പിൾ ഒരു ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി? ഡിസ്ട്രോയിഡ് ആയി. ദാറ്റ് ഈസ് എ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താകണം? അതേ സാമ്പിൾ തന്നെ കുറച്ചൊരു 10-5 മില്ലിഗ്രാം എടുത്ത് വീണ്ടും ഒരു തെർമോഗ്രാം റെക്കോർഡ് ചെയ്യുക. എങ്ങനെ? അതിന്റെ ഹീറ്റിംഗ് റേറ്റ് സ്ലോ ആക്കിക്കൊണ്ട്. So at a slower heating rate, if you record the thermogram, we can see that this becomes more and more prominent. അപ്പോൾ നേരത്തെ നമ്മൾ 5 ഡിഗ്രി സെൽഷ്യസ് പെർ മിനിറ്റ് ചെയ്തത് ഒരു 2 ഡിഗ്രി സെൽഷ്യസ് പെർ മിനിറ്റ് ഒന്നുകൂടി റെക്കോർഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, of course taking a fresh sample, you record the thermogram again at a slower heating rate, we can see that as this develops into a horizontal portion. കുറച്ചുകൂടി നന്നായിട്ട് ഡിഫൈൻഡ് ആയിട്ട് വന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി കുറഞ്ഞ റേറ്റിലൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് അത് കിട്ടും. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ?
അപ്പോൾ അങ്ങനെ നമുക്കത് വെരിഫൈ ചെയ്യാം. ഇൻഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇഫ് യു നോട്ടീസ് ദി ഇൻഫ്ലക്ഷൻ ഓൺ തെർമോഗ്രാം യു ക്യാൻ വെരിഫൈ ഇറ്റ് ബൈ either by recording the thermogram at a slower heating rate or വേറെ മെത്തേഡ് കൂടി ഉണ്ട്. അതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. അത് വേറൊരു ചെറിയ വ്യത്യാസമുള്ള മെത്തേഡാണ്. That is what is known as a derivative thermogram. Instead of recording the thermogram, actual thermogram, you record the derivative thermogram. You know, in the usual thermogrametric analysis, we are plotting the mass of the sample against a time or temperature. Here, in the derivative thermogram, instead of plotting W, we take dW by dt. That is the rate of change of weight with the temperature. dW is the first derivative of plot. Instrument ആവശ്യമില്ല. You can have a plot of W against T, or you can get a plot of dW by dt against T, minus dW by dt against T. That is the first derivative of the curve is obtained. And the usual instruments now available, you can get both the graphs on the same paper. ഒരേ ഗ്രാഫിൽ രണ്ട് നമുക്ക് കിട്ടും. എന്താ ഉണ്ടാവുക? dW by dt എങ്ങനെ ഉണ്ടാവുക? ഇപ്പോൾ ഒരു കർവ് ഇങ്ങനെ ഉള്ളതെങ്കിൽ അതിന്റെ dW by dt എങ്ങനെ ഉണ്ട്? ഏകദേശം അതിന്റെ dW by dt എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാം. എന്താണ്? 0 ആണ്. ഇതെന്താണ്? മൈനസ് dW by dt. മൈനസ് dW എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ദ മാസ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ പോസിറ്റീവ് ആയി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നേരെ തിരിഞ്ഞ ഗ്രാഫ് കിട്ടും. എത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? dW by dt will be negative because the mass is going on decreasing. ചെയ്യുമ്പോൾ എപ്പോഴും മാസ് കുറഞ്ഞു വരും നമ്മൾ കണ്ട കേസിലൊക്കെ. അപ്പോൾ dW by dt നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ നെഗറ്റീവ് എടുത്ത് you will get a positive and you can see that as you will get a graph something like this. എന്താ dW by dt എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെയൊക്കെ എന്താണ്? മാസ് കോൺസ്റ്റന്റ് ആണ്. dW by dt എന്താണ്? 0 ആണ്. dW by dt 0 0 0 0. ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ എത്തുമ്പോൾ the dW by dt or minus dW by dt slowly increases. Why? Because it start losing mass. അപ്പോൾ അതിനനുസരിച്ച് മാക്സിമം മൈക്രോസ് വന്ന് പിന്നെ എന്താവും? ആ മാസ് ലോസ് കഴിഞ്ഞാൽ വീണ്ടും അത് 0ലേക്ക് പോകും. നമുക്കറിയാം ഇങ്ങനത്തെ ഗ്രാഫിനൊക്കെ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോഴേ ഇതിൽ എത്ര സ്ലാൻഡിങ് പോർഷൻസ് ഉണ്ടോ അത്രയും പീക്കുകൾ നമുക്ക് അതിൽ കിട്ടും. ഇതിപ്പോ ഒന്ന് മാത്രമുള്ള ഇതേപോലെ ഓരോ സ്ലാൻഡിങ് പോർഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പീക്ക് നമുക്ക് കിട്ടും. That is the derivative thermogram or it is called a DTG. ശ്രദ്ധിക്കുക, DTA എന്ന് പറഞ്ഞ പറയുന്നുണ്ടല്ല, the derivative thermogram. The instrument used is the same, the procedure is the same. Only difference is instead of plotting W against T, we are plotting minus dW by dt against T. So that corresponding to each mass loss, you will get a peak for dW by dt, and all other times it will be 0. dW by dt will be 0. Mass change ഇല്ലാത്ത സമയത്തെല്ലാം 0. ഇവിടെ എത്ര താഴോട്ട് പോയാലും കണക്കായിട്ട് എല്ലാം 0 തന്നെ കിട്ടും. വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവിടെ മാത്രം ഒരു ഒരു അപ്വേർഡ് പീക്ക് നമുക്ക് കിട്ടും, representing the mass loss. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്താൽ നേരത്തെ പറഞ്ഞു നമ്മുടെ തെർമോഗ്രാമിൽ, ഇതിന്റെ പേര് ഡെറിവേറ്റീവ് തെർമോഗ്രാം എന്നാണ്, മറ്റേത് തെർമോഗ്രാമാണ്. ഈ ഡെറിവേറ്റീവ് തെർമോഗ്രാമില് തെർമോഗ്രാം റെക്കോർഡ് ചെയ്ത് എപ്പോഴും നല്ലതാണ്. കാരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇൻഫ്ലക്ഷൻ on the curve at a faster heating rate may be due to a thermally unstable intermediate. And in order to verify that, you can record the thermogram at a slower heating rate, or you can look into the derivative thermogram. അതിന്റെ വ്യത്യാസം കാണിക്കുക. ഇതുമായിട്ടാണ് ഇതാണ് നമ്മുടെ സംശയാസ്പദമായ പോയിന്റ്. ദാറ്റ് ഈസ് ഇൻഫ്ലക്ഷൻ ഈസ് ഹിയർ.
ഇത് കൃത്യമായൊരു ഹൊറിസോണ്ടൽ പോർഷനാണ്, ഇത് വേറെ കൃത്യമായ ഹൊറിസോണ്ടൽ പോർഷനാണ്, ഇത് യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു ഇൻഫ്ലക്ഷൻ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു എന്താവാം, തെർമലി അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് ആവാം. അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഒരു ഭാഗം അങ്ങനെ ഡീകമ്പോസ് ചെയ്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടായി. ഇവിടെ അടുത്ത ഡീകമ്പോസ് തുടങ്ങുന്നുണ്ട്. തുടങ്ങലും അവസാനിക്കലും ഒന്നിച്ചായി പോയി. അതുകൊണ്ടാണ് തുടങ്ങി അവസാനം. അതായത് വെയിറ്റ് ലോസ് തുടങ്ങുന്നു, അത് പെട്ടെന്ന് തീർന്നു. അതുകൊണ്ടാണ് പതുക്കിയാ തീരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കൃത്യമായ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ കിട്ടും. അതിവിടെ വരുമ്പോഴേ ഡെറിവേറ്റീവ് തെർമോഗ്രാമിൽ വരുമ്പോഴേ ഇവിടെയൊക്കെ 0 0, അവിടെ ഒരു മാസ് ലോസ് ഉണ്ട്, വീണ്ടും 0 ആയി. You will get a graph something like this. എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു തെർമൽ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് അവസാനിച്ച് വീണ്ടും അടുത്ത് തുടങ്ങി, ആ ഡീകമ്പോസിഷൻ തുടങ്ങി അത് അവസാനിച്ച് ഇങ്ങനെ പോകുന്നത്. വീണ്ടും തുടങ്ങി. ഇത് രണ്ടും ലോങ്ങർ ഹൊറിസോണ്ടൽ, ഇത് ഷോർട്ടാണ്. ഈ ഷോർട്ടാണ് നമ്മൾ പറഞ്ഞത്. തെർമൽ ഹീറ്റിംഗ് റേറ്റ് ഫാസ്റ്റ് ആകുമ്പോൾ ഇത് കുറഞ്ഞു പോകുന്ന അർത്ഥം എന്താണ്? ഇത് തമ്മിലുള്ള വ്യത്യാസം, ഏത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ എന്ന കഴിഞ്ഞ ഫൈനൽ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരികയാണ്. നമ്മൾ ഇന്നലെ കാഴ്ച കേസ് കണ്ട് 600 ഡിഗ്രി 650 ഡിഗ്രി തുടങ്ങി 200 ഡിഗ്രി ഒക്കെ അവസ്ഥ. ഒരുപാട് സമയം അതിങ്ങനെ ഡീകമ്പോസിഷൻ പതുക്കെ പോയി തീരുന്നേ. ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് അത് തീർന്നു പോകുന്നു. അത് നമ്മൾ ഈ ഗ്രാഫിൽ നോക്കി കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് dw/dt കൂടി വന്ന് ഇതെപ്പോഴാണ് കുറഞ്ഞു പോകുന്നത്? ഇത് കുറഞ്ഞു വരുന്നപ്പോഴാണ് ആ റിയാക്ഷൻ തീരുമ്പോഴാണ്. ഒരു ഘട്ടം ഡീകമ്പോസിഷൻ തീരുമ്പോൾ അത് താഴേക്ക് വന്ന് അടുത്ത ഘട്ടം തുടങ്ങുമ്പോൾ വീണ്ടും മേലേക്ക് പോയി ഇങ്ങനെ വരണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഘട്ടം തീർന്ന് അടുത്ത ഘട്ടം ടപ്പയിൽ തുടങ്ങുകയാണ്. അതിന് സമയമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ സംഭവിക്കുന്നത് ഫാസ്റ്റർ ഹീറ്റിംഗ് റേറ്റിൽ നമുക്ക് കാണാം ഇതിങ്ങനെ വന്ന് അടുത്ത കോൺസ്റ്റന്റ് ആവാൻ പോവാണ്. ഒരു സ്ഥലത്ത് മാസ് കോൺസ്റ്റന്റ് ആയ അർത്ഥം എന്താണ്? അതിന് ഹൊറിസോണ്ടൽ പോർഷനിലേക്ക് നീങ്ങാണെന്നല്ലാതെ. പക്ഷെ കോൺസ്റ്റന്റ് ആവാൻ പോയി തീരാൻ മോഡൽ അടുത്ത് തുടങ്ങിപ്പോ എന്താവും? പിന്നെ അതിന്റെ മാസ് ലോസ് കൂടി വന്ന് കുറഞ്ഞ് 0 എത്തുമ്പോൾ തന്നെ അടുത്ത മാസ് ലോസ് തുടങ്ങി. ഇങ്ങനെ ഗ്രാഫ് നമുക്ക് കിട്ടുക. ഈ ഇൻഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്കൊരു ഡിപ്പ് കിട്ടും. ഇവിടെ ഓൺ ദി പീക്ക്. സാധാരണഗതിയിൽ എക്സോതെർമിക് പീക്സ് അപ്വേർഡ് പീക്സ് എങ്ങനെ ഉണ്ടാവുക? അപ്പൊ ചില സ്ഥലത്ത് അത് ഇങ്ങനെ കാണും. അങ്ങനെ കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു തെർമലി അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് ഉണ്ടെന്നാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അത് വളരെ ക്ലിയർ ആണ്. സോ ഇൻ ദ ഡെറിവേറ്റീവ് തെർമോഗ്രാം you can look into the peak and see whether at that particular point if there is a dip on the peak, that will indicate clearly a thermally unstable intermediate. But രണ്ട് വിധത്തിൽ നമുക്ക് വെരിഫൈ ചെയ്യാം. If you notice an inflection on the thermogram and if you suspect it due to a thermally unstable intermediate, you can record the thermogram at a slower heating rate and see whether this inflection expands to a small horizontal portion, or you look into the derivative thermogram, record the derivative thermogram and see whether the peak corresponding to this point has a dip on the peak. A peak in the model dip will ആ ഡിപ്പ് നമ്മുടെ ഹീറ്റിംഗ് റേറ്റ് കുറയുന്നതിനനുസരിച്ച് ആ ഡിപ്പുകൾ കൂടി വരികയും അവസാനം വളരെ സ്ലോ ഹീറ്റിംഗ് റേറ്റ് ആകുമ്പോൾ അത് കൃത്യമായ 2 പീക്കുകളായി മാറുകയും ചെയ്യും. ഈ 2 അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഡെറിവേറ്റീവ് തെർമോഗ്രാമിൽ പീക്കുകൾ അടുത്തടുത്ത് വരും എപ്പോഴും ഫാസ്റ്റർ ഹീറ്റിംഗ് റേറ്റിൽ. കാരണം എന്താണ്? കാരണം ഹൊറിസോണ്ടൽ പോർഷൻസിന്റെ നീളം കുറഞ്ഞു വരികയാണ്. ഹൊറിസോണ്ടൽ പോർഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്, സ്ലാൻഡിംഗ് പോർഷൻ നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ പോർഷൻസിന്റെ നീളം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് തെർമോഗ്രാമിൽ സംഭവിക്കുന്നു. പീക്കുകൾ അടുത്തടുത്ത് വന്ന അവസാനം വളരെ ഫാസ്റ്റ് ഹീറ്റിംഗ് വരിക. ഈ 2 പീക്കുകൾ കൂടി അങ്ങോട്ട് വയലേസ് ചെയ്തിട്ട് ഒന്നായി മാറുന്നു. ഇങ്ങനെയായി പോകും. മനസ്സിലായില്ലേ? അത് വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റും. on the derivative thermogram on the peak you can see a dip indicating a thermally unstable intermediate. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ തെർമോഗ്രാമിൽ നമ്മൾ അതിനെ കുറച്ചുകൂടി വെൽ ഡിഫൈൻഡ് ഹൊറിസോണ്ടൽ പോർഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ലോവർ ഹീറ്റിംഗ് റേറ്റ് റെക്കോർഡ്. ആ സ്ലോവർ ഹീറ്റിംഗ് റേറ്റ് ഇവിടെ വന്നാൽ എന്താവും? ആ സ്ലോവർ ഹീറ്റിംഗ് റേറ്റ് ഇവിടെ വന്നാലേ നമുക്ക് മനസ്സിലാവും അത് കുറച്ച് ഇങ്ങനെ 2 വ്യത്യസ്ത കറക്റ്റ് പീക്കായിട്ട് മാറുന്നുള്ളത്. indicating as a thermally stable at that heating rate it becomes stable intermediate. അവിടെ intermediate എന്ന് മനസ്സിലാവും. മറ്റേ അൺസ്റ്റേബിൾ നമ്മൾ 3H2 ന്റെ സാധനമാണിത്, അതങ്ങ് ഇല്ലാതായി പോകും. ടോപ്പിന് 5H2 ൽ 1H2 ലേക്ക് ചാടുക ചെയ്യുന്നത് മറ്റേ ഫാസ്റ്റർ ഹീറ്റിംഗ് റേറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, അതുപോലെ ഒരുപാട് കേസസ് ഉണ്ട്.
ഫാസ്റ്റ് ഹീറ്റിംഗ് റേറ്റിൽ ചില ഹൊറിസോണ്ടൽ പോർഷൻസിന്റെ നീളം കുറഞ്ഞു വരികയും ചിലത് അപ്രസക്തമായി ഒരു റിഫ്ലക്ഷനായി മാറുകയും ചെയ്യും. അങ്ങനെ റിഫ്ലക്ഷൻ നമ്മൾ അതിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് വെരിഫൈ ചെയ്യണമെങ്കിൽ അല്ല പോട്ടെ, വെരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യു റെക്കോർഡ് ദി തെർമോഗ്രാം ഓഫ് എ ഫ്രഷ് സാമ്പിൾ അറ്റ് somewhat slower heating rate. നേരത്തെ എത്രയാണോ ചെയ്ത് അതിനേക്കാൾ സ്ലോ ഹീറ്റിംഗ് റേറ്റിൽ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്ത് നോക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു ഹീറ്റിംഗ് റേറ്റ് വളരെ സ്ലോ ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്, ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഒരു കോംപ്രമൈസ് എപ്പോഴും വേണം. ഒരു ഫാസ്റ്റ് റേറ്റ് ചെയ്തൊക്കെ ഒരു വെൽ ഡിഫൈൻഡ് കിട്ടിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ഫാസ്റ്റ് റേറ്റ് ചെയ്ത് വെൽ ഡിഫൈൻഡ് തെർമോഗ്രാം കിട്ടാതെ അവിടെ കുറെ വളവ് തിരിവൊക്കെ കണ്ട അതിന്റെ അർത്ഥം എന്താണ്? അവിടേക്ക് ചില പോയിന്റ്സ് ഇടുന്നില്ലാതെ. അപ്പൊ നമ്മൾ ഒരു സ്ലോവർ ഹീറ്റിംഗ് റേറ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ യു ക്യാൻ ക്ലിയർലി സീ ദാറ്റ് വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു എ തെർമൽ അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് ഓർ വെദർ ഇറ്റ് ഈസ് ഡ്യൂ ടു സം അതർ റീസൺ. ഞാൻ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആ കർവിൽ ചെറിയ വളവൊക്കെ വരാം. അതാണോ അല്ല തെർമൽ അൺസ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല if you record the derivative thermogram you can see that as a peak on the top of the peak there is a dip. ആ ഡിപ്പിന്റെ അർത്ഥം എന്താണ്? അവിടെ എന്തോ ഇടക്കൊരു സാധനം കൂടിയുണ്ട്. എ ടു ബി, എ ഗിവിംഗ് ബി ഗിവിംഗ് സി ഗിവിംഗ് ഡി, കാൽഷ്യം ഓക്സൈഡ് മോണോഹൈഡ്രേറ്റ് ഗിവിംഗ് കാൽഷ്യം ഓക്സൈഡ് ഗിവിംഗ് കാൽഷ്യം കാർബണേറ്റ് ഗിവിംഗ് കാൽഷ്യം ഓക്സൈഡ്. അതേപോലെ 3-4 കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ആ കേസിലെല്ലാം പറഞ്ഞത് ജനറലി അങ്ങനത്തെ കോമ്പൗണ്ട് ഉണ്ട്. ചിലപ്പോൾ ഇടക്കുള്ള ചില കോമ്പൗണ്ട് നമ്മൾ നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത് അപ്രസക്തമായി പോകും എപ്പോഴും ഹീറ്റിംഗ് റേറ്റ് ഫാസ്റ്റ് ആയാൽ. ക്ലിയർ? അതാണ് ഹീറ്റിംഗ് റേറ്റ് ആണ് നമ്മൾ തെർമോഗ്രാമിനെ ഷേപ്പിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഹീറ്റിംഗ് റേറ്റ് ആണ്. ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സിന്റെ കൂട്ടത്തിലെല്ലാം മൊത്തത്തിൽ തന്നെ പറഞ്ഞാൽ 2 ടൈപ്പ് ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സും സാമ്പിൾ ക്യാരക്ടേഴ്സും. നമ്മളിപ്പം പറയുന്നത് ഇൻസ്ട്രുമെന്റൽ ഫാക്ടേഴ്സിനെ പറ്റി ഒറ്റൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് ദ ഹീറ്റിംഗ് റേറ്റ്. ഇനി അടുത്തല്ലേ പോകും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റൽ ഫാക്ടർ ആണ്, ദാറ്റ് ഈസ് the furnace atmosphere. നമ്മൾ ഇതിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞു the thermobalance, the furnace can be provided with different atmospheres or inside the furnace where the sample is heated. You can see that yes, there is provision for changing the atmosphere. Atmosphere നമുക്ക് പലതാക്കാം. ചിലപ്പോൾ സാധാരണ നമ്മൾ സാമ്പിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ ഹീറ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് നമുക്ക് എയർ മാത്രമാക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നൈട്രജൻ ആക്കാം, അല്ലെങ്കിൽ എനി അതർ ഇനർട്ട് ഗ്യാസ് ലൈക്ക് ആർഗൺ ആക്കാം, or any other gas like carbon dioxide ആക്കാം. ഒന്നും അല്ലെങ്കിൽ നമുക്ക് വാക്വം ആക്കാം. വാക്വത്തിൽ ഹീറ്റ് ചെയ്യുമ്പോഴും എയറിൽ ഹീറ്റ് ചെയ്യുമ്പോഴും നൈട്രൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരേപോലെ ബിഹേവ് ചെയ്യണമെന്നില്ല. അതാണ് പ്രധാനം. So in the thermobalance we have provision for changing the atmosphere. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫർണസ് ഇരിക്കുന്ന ഭാഗത്ത് ചെയ്യുന്ന ഫർണസ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഇതിനുള്ളിൽ നമ്മുടെ സാമ്പിൾ ഇരിക്കുന്നത് സാമ്പിൾ ആണ്. ഇത് ഫർണസ് ആണെങ്കിൽ ഇതിന് ചുറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻ പാസ് എയർ, അതിൽ കൂടെ എയർ പാസ് ചെയ്യാം, അല്ലെങ്കിൽ നൈട്രജൻ പാസ് ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡ് അതിനെ കൂടെ നമുക്ക് ഉൾക്കൊള്ളും ചെയ്യും. ദാറ്റ് ഈസ് എ ഡൈനാമിക് അറ്റ്മോസ്ഫിയർ. മനസ്സിലായില്ലേ? വളരെ കൂളായിട്ട് എയർ പാസ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ പോകാൻ. അതല്ല നമ്മൾ ഒന്നും ചെയ്യാതെ വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഒരു സാധനം പാസ് ചെയ്തില്ല എന്താണ് അത് ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഗ്യാസ് അതങ്ങ് പുറത്തേക്ക് പോകുള്ളൂ. ഒന്നും ചെയ്യാതിരിക്കാം, എയർ ഉണ്ടാവും. അല്ലെങ്കിൽ എയറിന് വേറെ എയർ കംപ്ലീറ്റ് ഫ്രഷ് ഔട്ട് ചെയ്ത് നൈട്രജനോ ആർഗണോ കാർബൺ ഡൈ ഓക്സൈഡോ എന്ത് ഗ്യാസും പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഈ അറ്റ്മോസ്ഫിയറിലുള്ള വ്യത്യാസം കൊണ്ട് ഇതിന്റെ ഷേപ്പിൽ വരുന്ന സാധ്യതയുള്ള വ്യത്യാസം? എല്ലാ കേസിലും വ്യത്യാസം വരണമെന്നില്ല, പക്ഷെ വ്യത്യാസം വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് താനും. ടേക്ക് ദി കേസ് ഓഫ് the dissociation of a calcium carbonate. You know, calcium carbonate decomposes into calcium carbonate solid giving calcium oxide solid plus carbon dioxide. നമ്മൾ നേരത്തെ കണ്ടതാണ്. Yes, it is actually a reversible reaction. That is a calcium oxide plus carbon dioxide will give a calcium carbonate. And there is an equilibrium reaction. And if you want to drive നമ്മൾ സംബന്ധിച്ചിടത്തോളം ഡീകമ്പോസ് ചെയ്തൊക്കെ പോകണല്ലേ. ഇഫ് യു വാണ്ട് ടു ഡ്രൈവ് ദ റിയാക്ഷൻ ടു ദി ഫോർവേഡ് ഡയറക്ഷൻ ഇസ് എസെൻഷ്യൽ ദാറ്റ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ്. അല്ലെങ്കിൽ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല, ശരിയല്ലേ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അറ്റ്മോസ്ഫിയറിൽ നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള അറ്റ്മോസ്ഫിയർ ആവാം, വെറും കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, എയർ ആവാം, വാക്വം ആവാം. ഏറ്റവും എഫക്റ്റീവായിട്ട് ഡീകമ്പോസ് എപ്പോഴായിരിക്കും? യാതൊരു സംശയമില്ല. ദി ഇഫക്റ്റീവ് ഡീകമ്പോസിഷൻ ഓഫ് സച്ച് എ കേസ്
That example will be in the vacuum. വാക്വത്തിൽ നമുക്കറിയാം ഉണ്ടാകുന്ന ഗ്യാസ് പെട്ടെന്ന് എസ്കേപ്പ് പോകും, വളരെ എളുപ്പത്തിൽ ആ ഡീകമ്പോഷൻ കംപ്ലീറ്റ് ആവും. ഒരു ഡീകമ്പോഷൻ വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ തെർമോഗ്രാമിൽ എന്താ ഉണ്ടാവുക? വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു എന്താവും, ഒരു ഫോളോ സ്ലോപ്പിംഗ് പോർഷൻ കിട്ടും. ഞാൻ ഡീകമ്പോഷൻ വളരെ സ്ലോ ആകുക എങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, ശരിയല്ലേ? കാരണം ചിലപ്പോൾ 600 ഡിഗ്രി തുടങ്ങി ഒരു 900 ഡിഗ്രിയിൽ അവസാനിക്കും. മറ്റേ ചിലപ്പോൾ ഒരു 650 ഡിഗ്രി തുടങ്ങി 600 ഡിഗ്രി തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 650 ഡിഗ്രിയിൽ അവസാനിച്ചിരിക്കും. എപ്പോഴും തെർമോഗ്രാഫിന്റെ ഷേപ്പ് നല്ല നമുക്കറിയാം ഇങ്ങനെ തന്നെയാണ്. കൃത്യമായ വെൽ ഡിഫൈൻഡ് ഹൊറിസോണ്ടൽ പോർഷൻസ് ആൻഡ് വെൽ ഡിഫൈൻഡ് സ്ലോപ്പിംഗ് പോർഷൻസ്. അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? അപ്പൊ ഈ കേസ് എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല. ഈ കേസിൽ എന്താണ്? ഈ കേസിൽ നമ്മുടെ വാക്വത്തിലാണ് ഡീകമ്പോഷൻ നടക്കുന്നതെങ്കിൽ, ഡിസോസിയേഷൻ നടക്കുന്നതെങ്കിൽ, കാർബണേറ്റ് ഈസ് റിമൂവ്ഡ് വെരി ഈസിലി ആൻഡ് ദ ഡീകമ്പോഷൻ ഈസ് വെരി ഫാസ്റ്റ്. എത്രത്തോളം ഫാസ്റ്റ് ഡീകമ്പോഷൻ നടക്കുന്നോ അത്രത്തോളം കുത്തനെയായിരിക്കും നമ്മുടെ സ്ലോപ്പിംഗ് പോർഷൻ. എത്രത്തോളം സ്ലോ ആണ് അത്രത്തോളം ചെരിഞ്ഞായിരിക്കും, ശരിയല്ലേ? നമ്മൾ പതുക്കെ വെയിറ്റ് ലോസ് ആയി വെയിറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നടത്തുന്നതിലോ വളരെ ബുദ്ധിമുട്ടാണ്. യു ക്യാൻ സീ ദാറ്റ് if it is in the atmosphere carbon dioxide, yes, the reaction will start even at a still higher temperature. It will be very sloping, it will something like this. തുടങ്ങാൻ തന്നെ സമയമെടുക്കും, വളരെ പതുക്കെ മാത്രമേ അത് തീരുകയുള്ളൂ, വളരെ സമയമെടുക്കും. If it is in carbon dioxide, if it is in air, it will be somewhat faster. If it is in vacuum, it is very fast. Air is slower, carbon dioxide is still slower. That means the effect of atmosphere is there in the case of such equilibrium reactions. മനസ്സിലാകുന്നുണ്ടോ? അതല്ല ഇത് കംപ്ലീറ്റ് ചെയ്ത ഇപ്പൊ CaC2O4 ഗിവിംഗ് CO3 പ്ലസ് CO എന്നുള്ളത് അത് ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനെ അല്ല. ദാറ്റ് ഈസ് ഓൺലി ടേക്കിംഗ് പ്ലേസ് ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. യു ക്യാൻ സീ ദാറ്റ് ദ റിമൂവൽ ഓഫ് കാർബൺ മോണോക്സൈഡ് ഈസ് വെരി ഈസിലി. ഇപ്പോൾ കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിലായാലും ഇതിലായാലും വലിയ കാർബൺ ഡൈ ഓക്സൈഡിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല, എയറിലായാലും വലിയ വ്യത്യാസമില്ല. വേഗത്തിലാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിലാണെങ്കിൽ ഡിസോസിയേഷൻ, അതായത് അത് ഡിഫ്യൂസ് ചെയ്ത് പോകും. ഏത് ഗേഷ്യസ് എപ്പോഴും വേഗത്തിലാകുന്ന ഗുണം എന്താണ്? നമുക്കറിയാം പുറത്തേക്ക് രക്ഷപ്പെടുന്ന ഒരു ഗ്യാസാണ് എപ്പോഴും. ദാറ്റ്സ് എ മാസ് ലോസ്. അത് വേഗത്തിൽ ചെയ്യുമ്പോൾ എന്താണ്? വളരെ എളുപ്പത്തിലായിരിക്കും അതിന്റെ ഡിഫ്യൂഷൻ. ഇത് അറ്റ്മോസ്ഫിയറിൽ അതിന്റെ പരിസരത്ത് വളരെ പെട്ടെന്ന് അത് ഒഴിഞ്ഞു പോയാൽ റിയാക്ഷൻ അത്രയും പെട്ടെന്ന് നടക്കും. നമുക്കറിയാം എസ്കേപ്പ് ഓഫ് എ ഗേഷ്യസ് കമ്പോണന്റ് വിൽ ബി വെരി ഈസി ഇൻ വാക്വം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന്റെ നേച്ചർ അനുസരിച്ച് നമ്മുടെ തെർമോഗ്രാമിന്റെ ഷേപ്പില് വ്യത്യാസം വരാം. പറഞ്ഞാൽ മനസ്സിലായില്ല? അത് വേറൊരു ഫാക്ടറാണ്. ഇത് ദാറ്റ് ഈസ് ദ ഫർണസ് അറ്റ്മോസ്ഫിയർ. തീർന്നില്ല, ഇനിയുണ്ട്. The geometry of the crucible. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ if you are recording a thermogram, we are taking only very small quantities like say 10 milligram or 20 milligram. Still it is taken in a small crucible. നമ്മുടെ മനസ്സിലുള്ള ക്രൂസിബിൾ അല്ല, നമ്മുടെ ലാബിൽ ഉപയോഗിച്ച ക്രൂസിബിൾ വലിയ നമുക്കറിയാം. അതൊന്നും വേണ്ട, വളരെ ചെറിയ പ്ലാറ്റിനം കൊണ്ടോ സിറാമിക് മെറ്റീരിയൽ കൊണ്ടോ അല്ല പോളിമർ കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ തെർമലി സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു ചെറിയ പാത്രം. പാത്രം എന്ന് പറഞ്ഞോളൂ, ഇറ്റ് ഈസ് സ്റ്റിൽ കോൾഡ് എ ക്രൂസിബിൾ. അത് ചിലപ്പോൾ നമുക്ക് ഒരു ഷാലോ ക്രൂസിബിൾ ഇങ്ങനെ ആവാം, ഒരു ബോട്ട് പോലെ ആവാം. ബോട്ട് എന്ന് പറയും, ഒരു ബോട്ട്, ചെറിയ ബോട്ട്. അതല്ല കുറച്ചൊരു ഡീപ്പായ ഒരു ക്രൂസിബിൾ ഇങ്ങനെ ആവാം. ഞാൻ വരച്ചതിന്റെ വലിപ്പം നോക്കണ്ട, മൊത്തത്തിൽ വളരെ ചെറുതായിരിക്കും. അത്ര ചെറുത് വരത്തി എടുക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇങ്ങനെ ആവാം. പല ഷേപ്പിൽ ജോമെട്രി പല ഷേപ്പിലുള്ള ക്രൂസിബിൾ ഉണ്ടാവാം. നമുക്കറിയാം ഒരു ഗേഷ്യസ് പ്രോഡക്റ്റ് ഡിഫ്യൂസ് ചെയ്ത് പോകാൻ ഏറ്റവും നല്ല എന്താണ്? ഒരു ഷാലോ ക്രൂസിബിൾ ആണ്. എസ്പെഷ്യലി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സിബിൾ റിയാക്ഷൻ ഒക്കെ വരുന്ന കേസിൽ ദ ഗേഷ്യസ് പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് എ decomposition will be removed very easily or will be diffusing away very easily in a shallow boat like this rather than a deep crucible like this. ഇവിടെ ഒരു ആഴം കൂടിയ ക്രൂസിബിളിന് പകരം ഒരു പരന്ന ഷാലോ ബോട്ടാണെങ്കിൽ ഈ ഇവിടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് ഒക്കെ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ, ഇവിടുത്തെ എസ്കേപ്പ് വേണമെങ്കിൽ ബുദ്ധിമുട്ട്. അപ്പൊ എന്താണ്, ഇവിടെ നമ്മൾ സാമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ഈ പരിസരത്ത് നിറയെ ആ ഗ്യാസ് നിറഞ്ഞു കിടക്കും, പതുക്കെ പോകും. സ്വാഭാവികമായിട്ടും ആ റിയാക്ഷൻ സ്ലോ ആകും. നേരെ മറിച്ച് വളരെ എളുപ്പത്തിൽ ഡിഫ്യൂസ് ചെയ്താലോ അത് വളരെ